നമ്മൾ മലയാളികൾക്കെല്ലാം വളരെയേറെ പ്രിയങ്കരനായിരുന്ന നമ്മുടെ സ്വന്തം സലീം കുമാർ ഏട്ടൻ കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു. കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു. നമുക്കിന്ന് കരളിനെ കുറിച്ച് സംസാരിക്കാം. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഹാർട്ടോ അല്ലെങ്കിൽ കിഡ്നിയൊക്കെ അതിൻ്റെ പ്രവർത്തനം നിർത്തുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം എന്നതിനെക്കുറിച്ച് ചെറുതല്ലാത്ത ഒരു ധാരണ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ പെട്ടെന്നൊരു ദിവസം നമ്മുടെ കരൾ അതിൻ്റെ പ്രവർത്തനം നിർത്തിയാലോ? എന്തൊക്കെ മാറ്റങ്ങളാണപ്പോൾ ശരീരത്തിലുണ്ടാവുക? നമുക്ക് നോക്കാം. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ബയോകെമിക്കൽ ഫാക്ടറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ലിവർ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആയിരക്കണക്കിന് പ്രവൃത്തികളാണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഡീടോക്സിഫിക്കേഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ടോക്സിൻസിനെ, വിഷാംശങ്ങളൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ള ഫങ്ഷൻ. നമ്മുടെ ചെറുകുടലിലുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം കാരണവും അതുപോലെ തന്നെ നമ്മുടെ മസിലുകളിലെ പ്രോട്ടീൻ്റെ മെറ്റബോളിസം കാരണവും നമ്മുടെ ശരീരത്തിൽ ധാരാളം അമോണിയ ഉണ്ടാകുന്നുണ്ട്. അമോണിയ എന്ന് പറയപ്പെടുന്ന ഒരു കെമിക്കൽ ഉണ്ടാകുന്നുണ്ട്. ഈ അമോണിയ ബ്ലഡിൽ അതേപോലെ വരികയാണെങ്കിൽ, അമോണിയയുടെ അളവ് കൂടുകയാണെങ്കിൽ അത് നമ്മുടെ തലച്ചോറിന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ലിവറാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നത്. അമോണിയയെ ലിവർ മറ്റൊരു പദാർത്ഥമായിട്ട് യൂറിയ എന്ന് പറയപ്പെടുന്ന മറ്റൊരു പദാർത്ഥമാക്കി നമ്മുടെ ലിവർ മാറ്റുകയും പിന്നീട് അത് യൂറിനിലൂടെ, മൂത്രത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുകയും ചെയ്യും. അപ്പോൾ ലിവറിന് തകരാറ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? അമോണിയ എന്ന് പറയപ്പെടുന്ന ഈ കെമിക്കലിൻ്റെ പദാർത്ഥത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കൂടും. അമോണിയ കൂടുന്ന സാഹചര്യത്തിൽ അമോണിയ നമ്മുടെ തലച്ചോറിനെ ബാധിക്കും. ആ അവസ്ഥയെ നമ്മൾ ഹെപ്പാറ്റിക് എൻസിഫലോപ്പതി എന്നാണ് പറയുന്നത്. പേഷ്യൻറ്റിന് ഓർമ്മക്കുറവുണ്ടാകും, പേഷ്യൻറ്റിന് പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാകും, പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാരങ്ങളുണ്ടാകും. ഈ അമോണിയൻ്റെ അളവ് വീണ്ടും കൂടുകയാണ് എങ്കിൽ അത് തലച്ചോറിൽ വീക്കമുണ്ടാക്കുകയും അത് നമ്മൾ ബ്രെയിൻ സ്വെല്ലിംഗ് എന്ന് പറയും. അങ്ങനെ വീക്കമുണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ തലയോട്ടീൻ്റെ അകത്തുള്ള പ്രഷർ കൂടും. ഇൻട്രാക്രാനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. നമ്മൾ തലയോട്ടീൻ്റെ അകത്ത് പ്രഷർ കൂടും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് പെട്ടെന്ന് മരണപ്പെടാനോ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് കോമ എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാനോ ഒക്കെ സാധ്യതകളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രശ്നം കൂടെ വരും. നോർമലി നമ്മുടെ ബോഡിയിലുള്ള ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ, ബ്ലീഡിങ് തടുക്കണമെങ്കിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റുകൾ മാത്രം പോരാ. പ്ലേറ്റ്ലെറ്റുകൾ നമുക്ക് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. പക്ഷേ ക്ലോട്ടിങ് പൂർണ്ണമാകണമെങ്കിൽ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്ന കുറച്ച് പ്രോട്ടീനുകളുണ്ട്. അതുണ്ടാക്കുന്നത് ലിവറാണ്. അതുണ്ടെങ്കിൽ മാത്രമേ രക്തം കട്ട പിടിക്കുകയുള്ളൂ. അപ്പോൾ ലിവറിന് തകരാറ് സംഭവിക്കുകയാണ് എങ്കിൽ ഈ ക്ലോട്ടിക് ഫാക്ടേഴ്സിൻ്റെ അളവ് കുറയുകയും അത് പലയിടത്തു നിന്നും ബ്ലീഡിങ് ഉണ്ടാക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ മോണയിൽ നിന്ന് ബ്ലഡ് വരാം, മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് വരാം. അതുപോലെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ബ്ലീഡിങ്ങിലേക്ക് മാറാം. അധികം വൈകാതെ തന്നെ മറ്റൊരു പ്രശ്നം കൂടെ വരും. നമ്മുടെ ശരീരം മൊത്തം മഞ്ഞയാകാൻ തുടങ്ങും. ഇതിനെ നമ്മൾ ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രായമായിട്ടുള്ള രക്തകോശങ്ങൾ, 120 ദിവസത്തിൽ കൂടുതൽ പ്രായമുള്ള രക്തകോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ രക്തകോശങ്ങളെ നശിപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ്, ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് ഈ ബിലിറുബിൻ എന്ന് പറയുന്നത്. ഈ ബിലിറുബിനെ പ്രോസസ്സ് ചെയ്യുന്നതും അതിനെ പിത്തരസത്തിലൂടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുന്നതും നമ്മുടെ ലിവറാണ്. അപ്പോൾ ലിവറിനൊരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ, ലിവർ പ്രവർത്തിക്കാതെ ആയി കഴിഞ്ഞാൽ ഈ ബിലിറുബിൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെയാവുകയും അതിൻ്റെ അളവ് രക്തത്തിൽ ഗണ്യമായി കൂടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സ്കിന്ന്, നമ്മുടെ കണ്ണ് നോക്കിയാൽ അതുപോലെ തന്നെ നമ്മുടെ യൂറിനൊക്കെ വളരെയധികം മഞ്ഞയായിട്ട് കാണാൻ കഴിയും. ഏത് സാധാരണക്കാരനും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സൈനാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. പ്രശ്നം ലിവറിനാണ് എന്ന് ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സൈനാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് വല്ല ബാക്ടീരിയകളും കയറിയെന്ന് വിചാരിക്കുക. ഈ ബാക്ടീരിയകളൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ ലിവറിനകത്തൊരു പ്രത്യേകതരം കോശങ്ങളുണ്ട്. അതിനെ നമ്മൾ കഫർ സെൽസ് എന്ന് പറയും. ബാക്ടീരിയകളൊക്കെ ഇവരെ നശിപ്പിക്കും. അപ്പോൾ ലിവറിനൊരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഈ സെല്ലുകളുടെ പ്രവർത്തനവും എന്ത് ചെയ്യും? നശിക്കും.
അപ്പോൾ ശരീരത്തിൽ ബ്ലഡിനകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ലിവർ ഒരുപാട് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ബ്ലഡിലാണ് നമുക്ക് ആൽബുമിനെ കാണാൻ കഴിയുക. നമ്മുടെ ബ്ലഡിൻ്റെ ഘടന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് വെള്ളമുണ്ട്, കോശങ്ങളുണ്ട്, രക്തകോശങ്ങളുണ്ട്, പിന്നെ ഈ ആൽബുമിൻ പോലുള്ള പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. രക്തക്കുഴലിനകത്ത് ഈ ബ്ലഡിലുള്ള കോമ്പോസിഷൻ അതുപോലെ വെള്ളവും ബാക്കി കോശങ്ങളും അതുപോലെ നിലനിൽക്കണം എങ്കിൽ, പ്രത്യേകിച്ച് വെള്ളം ഈ രക്തക്കുഴലുകളിൽ നിൽക്കണമെങ്കിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ നിർബന്ധമാണ്. ബ്ലഡിനകത്ത് ഈ ആൽബുമിൻ പോലെയുള്ള പ്ലാസ്മ പ്രോട്ടീനുകൾ നമ്മുടെ ലിവറിന് കേടുപാടുകൾ പറ്റുമ്പോൾ വരാതാവുകയാണെങ്കിൽ, അതിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ രക്തക്കൊഴലുകളിൽ ഈ വെള്ളം നിൽക്കാതെ ചുറ്റുമുള്ള ടിഷ്യൂസിലേക്ക് അത് ലീക്കായി തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ വ്യക്തിക്ക് നന്നായിട്ട് നീര് വെക്കും. കൈകാലുകളിൽ, മുഖത്തൊക്കെ നന്നായിട്ട് നീര് വരും. വയറിനകത്തും നീര് വരും. അങ്ങനെ വയറിനകത്ത് നീര് വരുമ്പോൾ വയറ് വീർക്കാനും തുടങ്ങും. ലിവർ പേഷ്യൻസിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വയറ് വീർത്തിട്ടായിരിക്കും. അതിൻ്റെ റീസൺ ഇതാണ്, വയറിനകത്ത് നീര് വെക്കുന്നത് കൊണ്ടാണ്. ഈ അവസ്ഥയെ നമ്മൾ എസൈറ്റിസ് എന്നാണ് പറയുന്നത്. അതുപോലെ ലിവറിൻ്റെ ഡാമേജ് അതിഗുരുതരമായിട്ട് തുടരുകയാണ് എങ്കിൽ ലിവറിൻ്റെ പ്രശ്നങ്ങൾ പതുക്കെ മറ്റു അവയവങ്ങളെയും ബാധിക്കാൻ തുടങ്ങും. മൊത്തത്തിൽ നമ്മുടെ സർക്കുലേഷനെ എഫക്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള അവയവങ്ങൾക്കുള്ള രക്തയോട്ടം കുറയുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആദ്യം എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കിഡ്നിനെയാണ്. കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം കുറയുകയും അത് കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യും. പതുക്കെ കിഡ്നിയും തകരാറിലാകാൻ തുടങ്ങും. ഇതിനെ നമ്മൾ ഹെപ്പാറ്റോ റീനൽ സിൻഡ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ലിവറിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി, പതുക്കെ പ്രശ്നങ്ങൾ കൂടിയപ്പോൾ അത് കിഡ്നിയെയും ബാധിക്കാൻ തുടങ്ങി. ഓൾറെഡി നമ്മൾ പറഞ്ഞു അമോണിയയുടെ അളവ് കൂടുകയാണെങ്കിൽ തലച്ചോറിനെയും ബാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ തുടങ്ങി ഓരോരോ അവയവങ്ങളെയായിട്ട് ഓരോരോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ സ്ട്രക്ചേഴ്സിനെ ഈ ലിവറിൻ്റെ ഫെയിലിയർ കാരണം എഫക്റ്റ് ചെയ്യുകയും ഒരു മൾട്ടി ഓർഗൻ ഫെയിലിയറിലേക്ക് അത് ഈ വ്യക്തിയുടെ ശരീരത്തെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിൽ ലിവറിനെ ഡാമേജ് ചെയ്യാൻ കഴിയുന്ന ചില കാരണങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഇൻഫെക്ഷനാണ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയപ്പെടുന്ന വൈറസിൻ്റെ ഇൻഫെക്ഷനും. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ആളുകൾ പൊതുവെ മഞ്ഞപ്പിത്തം എന്ന് പറയപ്പെടുന്ന ആ അസുഖമാണ്. അത് ഉണ്ടാക്കുന്ന ആളുകൾ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ എന്നൊക്കെ പറയുന്ന വൈറസാണ്. അതുപോലെ തന്നെ ലിവറിനെ പെട്ടെന്ന് ഡാമേജ് ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റീസൺ എന്ന് പറയുന്നത് പാരസെറ്റമോൾ ഓവർഡോസേജാണ്, അല്ലെങ്കിൽ പാരസെറ്റമോൾ ടോക്സിസിറ്റിയാണ്. ചില ആളുകൾ മനഃപൂർവ്വമായിരിക്കും, ചില ആളുകൾ അറിയാതെ ഇരിക്കും. പാരസെറ്റമോൾ അമിതമായ അളവിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഉടനെ നമ്മുടെ ലിവറിന് ഡാമേജ് ഉണ്ടാക്കും. അത് ഡാമേജ് ഗുരുതരമാവുകയാണ് എങ്കിൽ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലുള്ള കാര്യങ്ങൾ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.